നമസ്കാരം. നിഗൂഢതകൾ 20-ാം മണിക്കൂറാണ്. ഡൽഹിയിൽ സ്വന്തം ബന്ധുവാണ് 1-ാം വർഷ നിയമ വിദ്യാർത്ഥിയെ കുത്തിവീഴ്ത്തിയത്. തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നവർ. ഒരുപാട് ഭീഷണികൾ ബിഎൽഒമാർ നേരിടുന്നുണ്ട് സംസ്ഥാനത്ത് ഉടനീളം. അത്തരത്തിലൊരു സംഭവം കാസർഗോഡ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു യുവതി മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് കവർന്നത് 12 ലക്ഷം രൂപയാണ്. ഇങ്ങനെ നിഗൂഢതകളുടെ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. ഡൽഹിയിൽ ഒരു നിയമ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കുത്തിക്കൊന്നത് സ്വന്തം സഹോദരങ്ങളുടെ കൺമുന്നിൽ. ദക്ഷിണ ഡൽഹിയിലെ സംഗം വിഹാറാണ് സ്ഥലം. മരിച്ചത് മുഹമ്മദ് ഇർഷാദ് എന്ന 27 വയസ്സുകാരൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിയമ വിദ്യാർത്ഥിയായിരുന്നു അവൻ. 1-ാം വർഷം. ഏതാണ്ട് രാവിലെ 11 കൂടിയാണ് സംഭവം നടക്കുന്നത്. 2 പേരാണ് ഇതിൽ നിലവിൽ അറസ്റ്റിലുള്ളത്. ഇയാൾക്ക് 1-ലേറെ തവണ കുത്തേറ്റു. കത്തിക്കുത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു എന്നൊരു ഫോൺ കോളാണ് പോലീസിനെ തേടിയെത്തുന്നത്. പോലീസ് പാഞ്ഞെത്തി. മജീദിയ മക്ബുൽ മെമ്മോറിയൽ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാളുടെ മരണം സംഭവിച്ചിരുന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഈ ബന്ധുക്കൾ. ഇർഷാദിന്റെ സഹോദരി ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആ കൊലപാതകം. ഇവരുടെ അങ്കിൾ ചാച്ച എന്ന് വിളിക്കുന്ന മുബാറക്ക്, അയാളുടെ ഭാര്യ റിഹാന, അവരുടെ മകൻ ഇഷ്തിയാഖ്, ഒപ്പം 18 വയസ്സിൽ താഴെയുള്ള മറ്റൊരു മകൻ. ഇത്രയും പേരാണ് ഈ അക്രമം നടത്തിയത്. സഹോദരി കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു. വീടിന് മുന്നിലെ സ്ഥലം വൃത്തിയാക്കുന്നതിനെ ചൊല്ലിയുള്ള ചെറിയൊരു തർക്കമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നോർക്കുമ്പോൾ എത്രമാത്രം സങ്കീർണമാണ്, ഭയങ്കരമാണ് കാര്യങ്ങൾ എന്നോർക്കുക. ആദ്യം അമ്മയുമായിട്ടാണ് ഈ ബന്ധുക്കൾ വഴക്കുണ്ടാക്കിയിരുന്നത്. അമ്മയുമായി ഈ പറയുന്ന ചാച്ച വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഇർഷാദ് ഓടിയെത്തി. ഇർഷാദ് അമ്മയോട് അകത്ത് പോകാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് തർക്കമായി. ആ തർക്കത്തിനൊടുവിൽ ഈ ചാച്ചയുടെ മകൻ അവൻ കത്തിയെടുത്ത് കുത്തി. ഒന്നല്ല പലവട്ടം. ആ സഹോദരി പറയുന്നത് കേൾക്കാം. मेरे भाई ने बाहर निकल के आया वो घर में से, उसने ये बोला कि मम्मी लड़ाई मत करो, अंदर चली जाओ, मत इनके मुंह लगो। मेरी मम्मी अंदर आ गई और मेरी जो चाची थी वो बाहर थी और मेरे चाचा को उन्होंने फोन करके बुला लिया, अपने बड़े लड़के को भी बुला लिया। और हमारे घर में उस टाइम पे कोई भी नहीं था। मेरे पापा जो थे वो भैंसों की तरफ भैंसों का चारा मिला रहे थे और मेरी बड़ी बहन भी उनके साथ मदद करवा रही थी उनकी। और फिर मेरे चाचा आए हैं और वो उनका लड़का मोहम्मद इश्तियाक, वो दोनों आए हैं। उनके छोटे लड़का अंदर से चाकू निकाल के लेके आया है और मेरे चाचा ने मेरे भाई को पकड़ लिया है और उनके लड़के ने इश्तियाक ने चाकू मारा मेरे भाई को. ചാച്ചൻ പിടിച്ചു നിർത്തി. ചാച്ചന്റെ മകൻ കുത്തി. അവൾ പറഞ്ഞത് കേട്ടല്ലോ. ചെറിയൊരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നോർക്കുമ്പോൾ എത്രമാത്രം ചെറിയ കാര്യങ്ങളാണ് ഒരു ജീവൻ എടുക്കുന്ന സംഭവത്തിലേക്ക് പോലും എത്തുന്നത് എന്നോർക്കുക. മറ്റൊരു ബന്ധു ആ കാര്യം വീണ്ടും വിശദീകരിച്ചു. हम सुबह दूध धार निकलवा ली है और 4 दिन से गाली बोल रही थी। मैंने उसको यही बोली कि देख तू रोज रोज गाली क्यों बोलती है, नहीं तो सरकारी रोड है, नहीं हमारी रोड है नहीं तुम्हारी रोड है, ये तो सरकारी रोड है, ये तो सारे जाएंगे, पब्लिक सारे जाएंगे। बस इतनी क्या हुआ था यही बात है आज की। हाँ, को लेकर झगड़ा हुआ था। हाँ यही बात है। अब बस हमारा बड़ा इरशाद मोहम्मद इरशाद था, वो हमें अंदर में बंद कर दिया कि मम्मी चली जा। फिर उसे पूछने लगा कि हमारे घर से तेरे को क्या एलर्जी है कि तू बार बार लड़ाई करती है। बस वो अपने आदमी को बुला लिया, पर उसका लड़का भी ड्यूटी पे था, वो अपने लड़का को बुला लिया। आदमी सैनी फार्म में काम करता है मिस्त्री का. CCTV പരിശോധിക്കുന്നുണ്ട് പോലീസ്. ആ പ്രദേശത്തുള്ള CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് പ്രാഥമികമായി മനസ്സിലായത് ഇതൊരു തർക്കത്തിൽ തുടങ്ങി, പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ്. നിലവിൽ ഈ പറയുന്ന അവരുടെ ചാച്ച മുബാറക്ക്, ഒപ്പം മകൻ ഇഷ്ഫിക്കുൾ
ഇവർ രണ്ടുപേരുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.